ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സുകളാണ് നമ്മളെ ഈ പണി പറ്റിക്കുന്ന രണ്ട് സെറ്റിംഗ്സുകളാണ്. എല്ലാവർക്കും അറിയാം, കാരണം കുറേ മുൻപ് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ രണ്ട് ഓപ്ഷനുകളും. എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ എല്ലാവരും അത് മറന്നുപോവുകയും ചെയ്യും. അത് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പലരും മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇത് പിന്നെയും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം ഏകദേശം ഒരു 50% നമുക്ക് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഡാറ്റ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഓപ്ഷൻ എന്നുള്ളതും നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ഫോൺ നോക്കിയിട്ട് ഈ രണ്ട് സെറ്റിംഗ്സുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് വളരെയധികം ഡാറ്റ ലാഭിക്കാൻ പറ്റും. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒരു ചതി പോലെ തോന്നുന്നതാണ്. ഇതുവഴി നമുക്ക് ഡാറ്റ വളരെയധികം നഷ്ടമാവുന്നതാണ്. ഇത് മുൻപുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഇത് ഷെയർ ചെയ്യുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കുറേ പ്രൊഫൈലുകൾ കാണുന്നുണ്ട്. ഇവരൊക്കെ നമ്മൾ കോൾ ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരൊക്കെ നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന കാണും. കുറേ വാട്സപ്പ് കോളുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രൂഫ് ആയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. വിത്ത് പ്രൂഫാണ്. ഗൂഗിൾ നമുക്ക് അതിന്റെ പ്രൂഫ് തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. അവിടെയാണ് നമുക്ക് നെറ്റ്വർക്ക് യൂസേജിന്റെ കാര്യം പറയുന്നത്. ആ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ നമുക്ക് കാണാം, ഇത് മുൻപേ കണ്ട ഓപ്ഷൻ തന്നെയാണ്, യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് നമ്മൾ കണ്ടില്ലേ, ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമുക്ക് ഡാറ്റ ലാഭിക്കാൻ പറ്റും. അത് പ്രൂഫായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഗൂഗിൾ തന്നെ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് AI-നോടൊന്ന് ചോദിച്ചു നോക്കാം. കൃത്യമായിട്ടുള്ള ഉത്തരം അവർ പറയും എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത്, എത്രത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുള്ളത്. ഇവിടെ പറയുന്നുണ്ട് കണ്ടില്ലേ, യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾസ് ഓപ്ഷൻ ഇൻ വാട്സ്ആപ്പ് റെഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് ഡാറ്റ യൂസ് ഡ്യൂറിംഗ് വോയിസ് കോൾസ് ആൻഡ് വീഡിയോ കോൾസ്. അതായത് വീഡിയോ കോളും സാധാ കോളുകളും ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഡാറ്റ ലാഭിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അത് ലാഭിച്ചിരുന്നത്. അതായത് വീഡിയോ കോളുകളാണെങ്കിലും ഓഡിയോ കോളുകളാണെങ്കിലും അതിന്റെ ക്വാളിറ്റി വളരെയധികം കുറച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം നമുക്ക് ഡാറ്റ ലാഭിച്ചിരുന്നത്. ഏകദേശം ഒരു 40% 50% നമുക്ക് നെറ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അല്ലാത്ത സമയത്ത് വളരെ നമുക്ക് ഡാറ്റ ലാഭിക്കുന്ന ഒരു ഓപ്ഷനാണത്. അതുകൊണ്ട് മറക്കാതെ നിങ്ങളൊന്ന് ഫോണിൽ ഇപ്പൊ തന്നെ നോക്കി വെക്കുക, അത് എനേബിൾ അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചു അല്ലെ? നിങ്ങളൊന്ന് നോക്കി വെക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്ത് വെക്കുക. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് അതിലും അടിപൊളി ഒരു ഓപ്ഷനാണ്, മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതും നിങ്ങൾ നോക്കി വെക്കുക. ഇതൊക്കെ മുന്നേ വന്ന ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ഫോൺ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പലരും കമന്റ് ചെയ്യും ഇത് മറന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ കണ്ടില്ലേ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളൊന്ന് ഫോൺ ഓൺ ചെയ്യുമ്പോഴേക്ക് തന്നെ എല്ലാ ഫോട്ടോസും ഓട്ടോ ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഗാലറി നിറയുന്നത് മാത്രമല്ല ഇവിടെ പ്രശ്നം, അത് ഡൗൺലോഡ് ആവാനുള്ള നെറ്റ് മുഴുവൻ അങ്ങോട്ടേക്ക് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളതിൽ മൊത്തമായിട്ട് ടിക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ ഇതേപോലെ ഡൗൺലോഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് വല്ല ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ മാളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വൈഫൈ കിട്ടുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ വൈഫൈ കിട്ടുന്ന സമയങ്ങളിൽ മാത്രം നമുക്ക് ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആവും. നമ്മുടെ ഡാറ്റ, മൊബൈൽ ഡാറ്റ ഒരിക്കലും തീരാത്ത രീതിയിൽ നമുക്ക് ചെയ്തു വെക്കാനും വേണ്ടി സാധിക്കും. ഈ രണ്ട് ഓപ്ഷൻസും മുൻപ് വന്നതാണെങ്കിൽ പോലും 90% ആൾക്കാരും ഇത് ചെയ്തു വെച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് അറിയിക്കാനും മറന്നു പോകരുത്.